ലേണേഴ്സ് ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഹാൽ ജെബിൻ. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ സെറ്റ് ഇംഗ്ലീഷ് എക്സാമിൻ്റെ 6ാമത്തെ യൂണിറ്റിലെ 14ാമത്തെ മൊഡ്യൂളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കൾച്ചറൽ മെറ്റീരിയലിസം ആൻഡ് ന്യൂ ഹിസ്റ്റോറിസിസം. ഇന്നത്തെ നമ്മുടെ സെഷനിൽ കൾച്ചറൽ മെറ്റീരിയലിസം എന്താണെന്നും ന്യൂ ഹിസ്റ്റോറിസിസം എന്താണെന്നും കൂടാതെ ഡോളിമോറിൻ്റെ പൊളിറ്റിക്കൽ ഷേക്സ്പിയറിൻ്റെ കോണ്ടക്സ്റ്റിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അനലൈസ് ചെയ്യുകയും മിഷേൽ ഫുക്കോയുടെ പവർ ആൻഡ് ഡിസ്കോഴ്സ് പോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ടേംസിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷന് കൂടി നടത്തുന്നതാണ്. എന്താണ് ന്യൂ ഹിസ്റ്റോറിസിസം? ഇറ്റ്സ് ആക്ച്വലി എ മെത്തഡ് ബേസ്ഡ് ഓൺ ദ പാരലൽ റീഡിംഗ് ഓഫ് ലിറ്റററി ആൻഡ് നോൺ ലിറ്റററി ടെക്സ്റ്റ്. ഒരേ സമയത്ത് തന്നെ വരുന്ന ഒരുപാട് ലിറ്റററി അതുപോലെ തന്നെ നോൺ ലിറ്റററി ടെക്സ്റ്റുകളുടെ പാരലൽ റീഡിങ്ങിന് ബേസ് ചെയ്തിട്ടുള്ള അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു മെത്തഡാണ് ന്യൂ ഹിസ്റ്റോറിസിസം എന്ന് പറയുന്നത്. We know that that's a school of literary theory which combines critical theory into easier forms of practice. അല്ലേ, നമുക്ക് ആദ്യമേ അറിയാവുന്ന ആ ഒരു ക്രിറ്റിക്കൽ തിയറിയെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഈസിയർ ഫോംസ് ഓഫ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് അക്കാഡമിക് ലിറ്റററി തിയറിസ്റ്റുകൾ ഏകദേശം 1990s യൂസ് ചെയ്തിട്ടുള്ളൊരു മെത്തഡാണിത്. കൂടാതെ എന്തായിരിക്കും അവർ ചോദിക്കുന്നത്? ന്യൂ ഹിസ്റ്റോറിസിസ്റ്റുകൾ എന്തെല്ലാമാണ് ചെയ്യുന്നത്? അവർ ഏതാനും ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഹൗ ഹാസ് ദ ഇവൻറ്റ് ബീൻ ഇൻ്റർപ്രറ്റഡ്? ഈ ഒരു ഇവൻറ്റിനെ എങ്ങനെയാണ് അവർ ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്? എന്താണ് ഈ ഇൻ്റർപ്രറ്റേഴ്സിനെ കുറിച്ച് എന്താണ് പറയുന്നത്? സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ന്യൂ ഹിസ്റ്റോറിസിസ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു നോഷൻ എന്താണ്? ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി സീരീസ് ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് ഹാവ് എ ലീനിയർ കോസൽ റിലേഷൻഷിപ്പ്. ഈ ഒരു ഹിസ്റ്ററിയെ ഒരു ലീനിയർ കോസൽ റിലേഷൻഷിപ്പ് ഉള്ള ഒരു ഇവൻ്റ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നില്ല. അതിനവർ എതിരാണ്. അതായത് എന്താണ് ലീനിയർ കോസൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? ഉദാഹരണത്തിന് ഇവൻറ്റ് എ സംഭവിച്ചു, അത് കാരണത്താൽ ഇവൻറ്റ് ബി സംഭവിച്ചു, അത് കാരണത്താൽ ഇവൻറ്റ് സി സംഭവിച്ചു. അതായത് ഒരു കാര്യം നടന്നതുകൊണ്ട് മറ്റൊരു കാര്യം സംഭവിച്ചു എന്ന് പറയുക. അതാണ് ഇവൻറ്റ് കോസേഷൻ അല്ലേ. സോ അത്തരത്തിലുള്ള ലീനിയർ ആയിട്ടുള്ള ഇവൻറ്റ് കോസേഷന് എതിരാണ് ന്യൂ ഹിസ്റ്റോറിസിസ്റ്റുകൾ. ഇവിടെ ന്യൂ ഹിസ്റ്റോറിസിസം ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഒരു ലിറ്ററേച്ചർ വർക്ക് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടതും ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതും എങ്ങനെയുള്ള കോണ്ടക്സ്റ്റിലാണ്? നമുക്ക് നമ്മുടെ ഓതറിനെ കുറിച്ചുള്ള ഹിസ്റ്ററിയും ലഭ്യമായിരിക്കണം, ഹിസ്റ്ററി ഓഫ് ദ ക്രിറ്റിക്കും ലഭ്യമായിരിക്കണം അല്ലേ. ആ ഇൻ്റർപ്രിറ്റേഷൻസ് ഈ ക്രിറ്റിക്കിനെ കുറിച്ച് എന്താണ് സംസാരിക്കുന്നത് കൂടി ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പെർട്ടിക്കുലർ കാര്യങ്ങളെല്ലാം അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് ലിറ്റററി ക്രിറ്റിക്കുകൾ, ന്യൂ ഹിസ്റ്റോറിസിസ്റ്റുകൾ ഈ മേഖലയിൽ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് സ്റ്റീഫൻ ഗ്രിബ്ലാറ്റും അതുപോലെ തന്നെ മിഷേൽ ഫുക്കോ, ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ന്യൂ ഹിസ്റ്റോറിസിസ്റ്റുകൾ ഈ ഒരു വിഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റീഫൻ ഗ്രിബ്ലാറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ മിഷേൽ ഫുക്കോ, അതുപോലെ തന്നെ ആറാം വീസർ, ജോനത്തൻ ഡോളിമോർ, JW ലീവർ, ഇങ്ങനെ ഒരുപാട് ന്യൂ ഹിസ്റ്റോറിസിസ്റ്റുകൾ അവരെക്കുറിച്ച് നമുക്കറിയാമല്ലേ. പ്രധാനമായിട്ട് നമ്മൾ ഒരാളെ കൺസിഡർ ചെയ്യാണ്, സ്റ്റീഫൻ ഗ്രിബാൾഡിനെ കൺസിഡർ ചെയ്യാണ്. ഇദ്ദേഹമാണ് ഈ ഒരു പെർട്ടിക്കുലർ വർക്ക്, ഇദ്ദേഹത്തിൻ്റെ പോപ്പുലർ ആയിട്ടുള്ള വിൽ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന വർക്ക് 1980 കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് ഈ ഒരു ന്യൂ ഹിസ്റ്റോറിസിസം എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ആളുകളിലേക്ക് കൂടുതലായിട്ട് എത്തുന്നതും ഒരുപാട് പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വർക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കൂടാതെ മിഷേൽ ഫുക്കോയെ നമുക്കറിയാം. ന്യൂ ഹിസ്റ്റോറിസിസം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. ഇവിടെ ഒരുപാട് ലിബറൽ ഐഡിയാസും കൂടാതെ പേഴ്സണൽ ഫ്രീഡംസും ഒക്കെ ഇതിലൂടെ റിവീൽഡ് ആവുന്നുണ്ട്. സോ ഇവിടെ മിഷേൽ ഫുക്കോയുടെ സ്പെസിഫിക് ആയിട്ടുള്ള കൺസേണും കൂടി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യൂ പോയിൻറ്റ്സുകൾ ഷെയർ ചെയ്യുന്ന തരത്തിലുള്ള ന്യൂ ഹിസ്റ്റോറിസിസ്റ്റിക് ആയിട്ടുള്ള വർക്കുകൾ ഇദ്ദേഹം ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഷേക്സ്പിയറിൻ്റെ ലിറ്ററേച്ചറുമായിട്ട് ഒരുപാട് പാരലൽ സ്റ്റഡീസ് ഇതുമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. റൈറ്റ്, ന്യൂ ഹിസ്റ്റോറിസിസം കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഷേക്സ്പിയറിൻ്റെ വർക്കുകളും കൃത്യമായിട്ടുള്ള ഒരു ആധാരമാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. റൈറ്റ്, കൂടാതെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റും അതുപോലെ തന്നെ മിഷേൽ ഫുക്കോയും അവരുടെ ഈ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവരെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഹിസ്റ്റോറിസിസം അക്നോളജസ് നോട്ട് ഓൺലി ദാറ്റ് എ വർക്ക് ഓഫ് ലിറ്ററേച്ചർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇറ്റ്സ് ഓതേഴ്സ് ടൈംസ് ആൻഡ് സർക്കംസ്റ്റാൻസസ്. ഒരു വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ ഓതറിൻ്റെ ടൈമോ സർക്കംസ്റ്റൻസസോ മാത്രമല്ല, പിന്നെന്താണ്? ദാറ്റ് ക്രിറ്റിക്സ് റെസ്പോണ്ട് ടു ദാറ്റ് വർക്ക് ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് എൻവയോൺമെൻറ്റ്, ബിലീഫ്സ് ആൻഡ് പ്രെജുഡിസസ്. ഏത് ക്രിറ്റിക്കാണോ ആ ഒരു റെസ്പോൺസ് നൽകുന്നത്, ഇത്തരത്തിലൊരു ഇൻ്റർപ്രിറ്റേഷൻ നടത്തുന്നത്, അയാളുടെ
എൻവയോൺമെൻറ്റും അയാളുടെ ബിലീഫ്സും അയാളുടെ പ്രെജുഡിസസും കൂടി ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയാറില്ലേ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഹിസ്റ്റോറിയാണ് അല്ലേ? ഒരാൾ അയാളുടെ ആശയങ്ങളും അയാളുടെ ഇൻഫ്ലുവൻസസും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് നിലവിൽ അയാൾ എന്തിനെയാണോ വിലയിരുത്താൻ പോകുന്നത്, ഏതൊരു കാലഘട്ടത്തെയാണോ ഏതൊരു കൾച്ചറിനെയാണോ വിലയിരുത്താൻ പോകുന്നത്, അതെല്ലാം വിലയിരുത്തുന്നതിന് കൂടെ ഇയാളുടെ കൂടി സ്വാധീനം അതിലുണ്ടാവുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ഒരു ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് എങ്ങനെയാണ് ലിറ്ററേച്ചറിൽ ശ്രദ്ധിക്കുന്നത്? ഒരു വൈഡ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റാണ് അവരോട് സെലക്ട് ചെയ്യുന്നത് അല്ലേ? അതായത് ബോത്ത് ഹൗ ദ റൈറ്റേഴ്സ് ടൈംസ് എഫക്റ്റഡ് ദ വർക്ക് ആൻഡ് ഹൗ ദ വർക്ക് റിഫ്ലക്ട്സ് ദ റൈറ്റേഴ്സ് ടൈം. എങ്ങനെയാണ് റൈറ്ററിൻ്റെ ടൈം ഈ ഒരു വർക്കിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, കൂടാതെ എങ്ങനെയാണ് ആ ഒരു വർക്ക് റൈറ്ററിൻ്റെ ടൈമിനെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലേ? സോ ഈ ഒരു തരത്തിലുള്ളൊരു കോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റിലേഷനാണ് ഇതിൻ്റെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റിന് കാരണം അല്ലേ? അതായത് വെറും ഇതിൻ്റെ എഴുത്തുകാരൻ മാത്രമല്ല, ആ ക്രിറ്റിക്കിനെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ശരിയാണ് അല്ലേ? ഒരിക്കലും ഒരു ആളത് എഴുതിയിരുന്നത് കൊണ്ട് അത് നിഷ്പക്ഷമാവുകയില്ല. സ്വാഭാവികമായിട്ടും അതിന് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് ആ ഒരു വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അത് ആരെഴുതിയെന്നും അയാൾ എന്തിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ അത് എഴുതി എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഓൾഡ് ഹിസ്റ്റോറിസിസം എന്തായിരിക്കും എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ഇത് ന്യൂ ഹിസ്റ്റോറിസിസം ആണെങ്കിൽ ഓൾഡ് ഹിസ്റ്റോറിസിസം എന്താണ്? നമുക്കറിയാം, ഏതൊരു വർക്കിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പോഴും അതിന് യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാ മുക്കും മൂലയും അതുപോലെ തന്നെ എല്ലാ ഡയമെൻഷൻസും കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും അറിഞ്ഞിരുന്നേ തീരൂ അല്ലേ? അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ അർത്ഥങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻ്റർപ്രിറ്റേഷൻ, ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള വ്യാഖ്യാനം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് കൂടി അറിഞ്ഞിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. സോ ബേസിക്കലി ആ ഒരു കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഓതറുടെ ഇത് എഴുതാനുണ്ടായ ഒരു സാഹചര്യം, ആ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയെടുക്കുക, അതാണ് ഓൾഡ് ഹിസ്റ്റോറിസിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ ന്യൂ ഹിസ്റ്റോറിസിസം ഈ ടെക്സ്റ്റ് ഓൺലി അപ്രോച്ച് ഓഫ് ഫോമലിസത്തിന് എതിരായിരുന്നു അല്ലേ? ഫോമലിസത്തിൽ എന്താ പറയുന്നത്? ഓൺലി വർക്ക് മാത്രമാണ്. വർക്ക് ഒരു ടെക്സ്റ്റ് സെൽഫ് കണ്ടെയ്ൻഡ് ആണ്, ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസിൻ്റെയും ആവശ്യമില്ല. പക്ഷേ ന്യൂ ഹിസ്റ്റോറിസിസ്റ്റുകൾ എന്താണ് ബിലീവ് ചെയ്തിരുന്നത്? ഹിസ്റ്ററി എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ്, അല്ലെങ്കിൽ വൺ ഓഫ് മെനി ഡിസ്കോഴ്സസ് ആണ്. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി ഷേപ്പ് ചെയ്തിരിക്കുന്നത് ആരാണോ അത് എഴുതിയത്, അയാളുടെ കൂടി കാലഘട്ടമാണ്, അയാളുടെ കൂടി തോന്നലുകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ സംഭവിക്കുന്നുണ്ട് ആരുമായിട്ട്? ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദ വർക്കും അതുപോലെ തന്നെ മോഡേൺ റീഡേഴ്സിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷനും അല്ലേ, ഒക്കെ ഇതിൽ പ്രധാനപ്പെട്ട പങ്കുകൾ വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവിടെയുള്ള പ്രധാന കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഫോഴ്സസിൻ്റെ എല്ലാം ഇൻഫ്ലുവൻസസും ഈ ഒരു ടെക്സ്റ്റിൻ്റെ ക്രിയേഷന് വേണ്ടിയിട്ട് എങ്ങനെയെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇത് പരിഗണിക്കുന്നുണ്ട്. അതായത് ഇത് ടെക്സ്റ്റിനെ കൾച്ചർ ഇൻ ആക്ഷൻ എന്നുള്ള തരത്തിലാണ് കാണുന്നത്. റൈറ്റ്. കാരണം അവരെന്താണ് അസ്യൂം ചെയ്യുന്നത്? ന്യൂ ഹിസ്റ്റോറിസിസ്റ്റുകൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പല വർക്ക്സ് ഓഫ് ലിറ്ററേച്ചർ യഥാർത്ഥത്തിൽ they are actually influenced by historical reality അല്ലേ? ഒരു ഹിസ്റ്ററിക്കൽ റിയാലിറ്റിയുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള വർക്ക്സുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുൻപ് സംസാരിച്ച് വെച്ചതുപോലെ തന്നെ ക്രിറ്റിക്കിൻ്റെ പെർസ്പെക്റ്റീവും ഓതറിൻ്റെ പെർസ്പെക്റ്റീവും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അവർ ചിന്തിച്ചിരുന്നത് ന്യൂ ക്രിറ്റിസിസം ഡെഫിനറ്റ്ലി ഡൈവേഴ്സ് ഡിസ്കോഴ്സസ് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഒരുപാട് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകളായിട്ടുള്ള പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് തിയറീസും ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്നും അതിൻ്റെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടെന്നും നമുക്കിതിൽ കാണാൻ സാധിക്കും. റൈറ്റ്. ഇത് യഥാർത്ഥത്തിൽ ഒരു സോഷ്യൽ കൾച്ചറൽ ഹിസ്റ്റോറിക്കൽ സർക്കംസ്റ്റൻസസ് മാത്രമല്ല അനലൈസ് ചെയ്യുന്നത്, അതേസമയം അതിൻ്റെ റിസപ്ഷൻ എങ്ങനെയായിരുന്നു, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എങ്ങനെയായിരുന്നു, പാസ്റ്റിലും പ്രസൻറ്റിലും ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് കൂടി അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു സൈക്കിൾ പോലെയാണ്. എങ്ങനെയായിരുന്നു അതിൻ്റെ റിസപ്ഷൻ, പാസ്റ്റിൽ എങ്ങനെയായിരുന്നു, ഈ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു, അതിനുശേഷം എങ്ങനെയായിരുന്നു. നോൺ ലിനിയർ ആണ്. ലീനിയർ ആണെന്നുള്ള ആ ഒരു ടെൻഡൻസിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇവിടെ നോൺ ലീനിയർ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു ബേസിക് പ്രൊസീജിയർ എങ്ങനെയാണ്? നമ്മുടെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ആ ഒരു കൾച്ചർ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു വർക്കിൻ്റെ ക്രിയേഷൻ സംഭവിക്കുന്നു. ഇനി
പിന്നീട് എന്ത് സംഭവിക്കുന്നു? ആ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നു. പിന്നെ ആ സൊസൈറ്റി അല്ലെങ്കിൽ കൾച്ചർ ഡൈജസ്റ്റ് ദ വർക്ക്, അല്ലേ? അവർ ഈ വർക്ക് വായിക്കുന്നു, അവർ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നു, അവരത് ഡൈജസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ഇറ്റ്സ് ചേഞ്ച് ബൈ ഇൻ സം സ്മോൾ വേ. അത് ഈ സൊസൈറ്റി ഈ ഒരു വർക്ക് വായിച്ചത് മൂലം അവരിൽ ചില ചേഞ്ചസ് വരുന്നു. അങ്ങനെ ഈ ആൾട്ടേഡ് സൊസൈറ്റി, ചേഞ്ച് വന്ന സൊസൈറ്റി വീണ്ടും റിയലി ഇനീഷ്യേറ്റ് ദ ക്രിയേഷൻ ഓഫ് എ ന്യൂ വർക്ക്. അതായത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, ഒരു റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഈ ഒരു ന്യൂ ഹിസ്റ്റോറിക് പ്രോസസ്സിലൂടെ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. Coming to cultural materialism, it actually emerged as a theoretical movement in the early 1980s along with New Historicism. ന്യൂ ഹിസ്റ്റോറിസത്തിനോടൊപ്പം തന്നെ 1980s ഫോമുലേറ്റ് ചെയ്തിട്ടുള്ള, ആ സമയത്ത് എമേർജ് ചെയ്ത് വന്നിട്ടുള്ള ഒരു തിയററ്റിക്കൽ മൂവ്മെൻ്റ് ആണ് കൾച്ചറൽ മെറ്റീരിയൽസം എന്ന് പറയുന്നത്. അതൊരു അമേരിക്കൻ അപ്രോച്ചാണ് ടു ദ ഏർലി മോഡേൺ ലിറ്ററേച്ചർ. കൂടാതെ അതിന് സിമിലർ ഗ്രൗണ്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഐ മീൻ ദിസ് ആർ വെരി സിമ്പിൾ കോൺസെപ്റ്റ്. നമ്മൾ ബേസിക്കലി ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്? ഇറ്റ്സ് ആക്ച്വലി ഒറിജിനേറ്റഡ് ഫ്രം ദ വർക്ക് ഓഫ് ലെഫ്റ്റ് വിങ് ക്രിറ്റിക് റേമണ്ട് വില്യംസിൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ക്രിറ്റിക്കൽ അതിൽ നിന്ന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില ന്യൂ തോട്ട്സ് ആണ് കൾച്ചറൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ഇദ്ദേഹമാണ് ഈ കൾച്ചറൽ സ്റ്റഡീസിനും കൾച്ചറൽ മെറ്റീരിയലിസ്റ്റിക് വേ ഓഫ് തിങ്കിങ്ങിനൊക്കെ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ബേസ്, ഒരു ഫൗണ്ടേഷൻ നൽകുന്നത് ഇദ്ദേഹമാണ്. ഓൾറൈറ്റ്, സോ just like I told you, he coined the term and he used it to describe a theoretical blending of leftist culturalism and Marxist analysis. അദ്ദേഹം ഇത് യൂസ് ചെയ്തത് എന്തിനാണ്? അവിടെ ഉണ്ടായിരുന്ന ലെഫ്റ്റിസ്റ്റ് കൾച്ചറലിസത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് അനാലിസിസ്, ഇതിൻ്റെയൊക്കെ ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ബ്ലെൻഡിങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത്. കൂടാതെ ജോനതൻ ടോളിമോറും അതുപോലെ തന്നെ അലൻ സിൻഫീൽഡും ഒക്കെ ഇതിനെ പൊളിറ്റിക്കൽ ഷേക്സ്പിയർ എന്ന് പറയുന്ന അവരുടെ 1985 സെയിൽ പ്രോപ്പറായിട്ട് അതിനെ കുറച്ചുകൂടി നന്നായിട്ട് എക്സാംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, അവരതിൽ എന്താ ചെയ്യുന്നത്? ദിസ് സ്റ്റഡീസ് ദ ഇംപ്ലിക്കേഷൻ ഓഫ് ലിറ്റററി ടെക്സ്റ്റ് ഇൻ സൊസൈറ്റി, ഇൻ ഹിസ്റ്ററി. അവിടെ ഉണ്ടായിരുന്ന ലിറ്റററി ടെക്സ്റ്റിന് ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്ന ഇംപ്ലിക്കേഷൻ, അതിൻ്റെ പ്രഭാവം എന്തായിരുന്നു, അതിൻ്റെ പേർപ്പസ് എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇറ്റ് ആക്ച്വലി ഡെവലപ്ഡ് എ പവർഫുൾ സെറ്റ് ഓഫ് കൺസെപ്ച്വൽ ആൻഡ് എംപിറിക്കൽ ടൂൾസ്. അല്ലേ, എങ്ങനെയാണ് കൾച്ചർ എമേർജ് ചെയ്യുന്നത്, ഹെജിമണി എങ്ങനെയാണ് പ്രൊഡ്യൂസ്ഡ് ആയിരിക്കുന്നത്, കൾച്ചറൽ ഫോർമുലേഷൻസ്, പ്രാക്ടീസസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇത്തരത്തിലുള്ള പവർഫുൾ സെറ്റ് ഓഫ് കൺസെപ്ച്വൽ ആൻഡ് എംപിറിക്കൽ ടൂൾസ് ഫോർമുലേറ്റ് ചെയ്യുകയാണ് കൾച്ചറൽ മെറ്റീരിയൽസും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൊസൈറ്റിയെ വ്യക്തമായിട്ട് അവരുടെ കൾച്ചറൽ പാറ്റേൺസിനെ ഡയഗ്നോസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ഉള്ളൊരു പ്രോപ്പർ ഗ്രൗണ്ടാണ് നമുക്കിതിലൂടെ ലഭിച്ചിരിക്കുന്നത്. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു കൾച്ചറൽ ക്രിറ്റിക്കാണ് ജോനതൻ ടോളിമോർ. ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഫിലോസഫറാണ്, ക്രിറ്റിക്കാണ്. അതേസമയം ജെൻഡർ സ്റ്റഡീസിലും ക്യൂർ തിയറിയിലും ഹിസ്റ്ററി ഓഫ് ഐഡിയാസ്, ഡെത്ത് സ്റ്റഡീസിലും ഡെക്കഡൻസിലും കൾച്ചറൽ തിയറിയിലൊക്കെ റിമാർക്കബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഇദ്ദേഹം നൽകിയിട്ടുണ്ട്. ഓൾറൈറ്റ്, കൂടാതെ ഇദ്ദേഹം കൾച്ചറൽ മെറ്റീരിയൽസും അതുപോലെ തന്നെ കേസ് സ്റ്റഡീസൊക്കെ പയനിയർ ചെയ്തിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. അദ്ദേഹത്തിന് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ബുക്സ് എന്ന് പറയുന്നത് റാഡിക്കൽ ട്രാജഡി, ഡെത്ത്, ഡിസയർ ആൻഡ് ലോസ് ഇൻ വെസ്റ്റേൺ കൾച്ചർ, സെക്സ് ലിറ്ററേച്ചർ ആൻഡ് സെൻസർഷിപ്പ്. കൂടാതെ അലൻ സിൻസ്ഫീൽഡ് അദ്ദേഹത്തിൻ്റെ കൂടെ എഴുതിയിട്ടുള്ള പൊളിറ്റിക്കൽ ഷേക്സ്പിയർ തുടങ്ങിയ പ്രധാന വർക്ക്സുകളാണ്. ഇതിൽ പൊളിറ്റിക്കൽ ഷേക്സ്പിയറിലാണ് ഇദ്ദേഹത്തിൻ്റെ കുറേ കൾച്ചറൽ മെറ്റീരിയലിസ്റ്റിക് വ്യൂസിനെ കൊണ്ടുവരുന്നത്. ഓൾറൈറ്റ്, സോ അത് നമുക്കൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. ഒരുപാട് ആസ്പെക്റ്റുകൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അവിടെ ഇദ്ദേഹം കൾച്ചറൽ മെറ്റീരിയലിസത്തിനെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. കൂടാതെ ജോനതൻ ടോളിമോറും അലൻ സിൻഫീൽഡും കൂടി ചേർന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു വർക്കിൽ അദ്ദേഹം 4 ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് കാണുന്നുണ്ട്. ഒന്ന് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, രണ്ടാമത് ക്ലോസ് ടെക്സ്ച്വൽ അനാലിസിസ്, മൂന്നാമത് പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റ്, നാലാമത് തിയററ്റിക്കൽ മെത്തേഡാണ്. അല്ലേ, അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ടാവും. രണ്ടാമതെന്ന് പറയുന്നത് അവിടെ ഒരു ക്ലോസ് ടെക്സ്ച്വൽ അനാലിസിസ് നടക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് അതിൻ്റെ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻ്റ് ആണ്. അല്ലേ, അതേസമയം അതിൻ്റെ തിയററ്റിക്കൽ മെത്തേഡിൻ്റെ ആപ്ലിക്കബിലിറ്റി, അല്ലേ, തിയററ്റിക്കൽ മെത്തേഡ്. സോ ഇതിൻ്റെ ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റും അതിൻ്റെ ക്ലോസ് ടെക്സ്ച്വൽ അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു കാര്യവും അത് പൊളിറ്റിക്കലി എത്രത്തോളം കമ്മിറ്റഡ് ആണെന്നുള്ളതും അതിൻ്റെ തിയററ്റിക്കൽ പ്രാക്ടിക്കബിലിറ്റിയൊക്കെ ഇതിൻ്റെ പ്രധാന ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു പെർട്ടിക്കുലർ വർക്കിലൂടെ ഷേക്സ്പിയർ എങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ, കൾച്ചറൽ ആൻഡ് ഐഡിയോളജിക്കൽ ഫോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് തൻ്റെ വർക്ക്സുകളിലൂടെ എന്നുള്ളൊരു ഒബ്സർവേഷനാണ് അലൻ സിൻഫീൽഡ് ആണെങ്കിലും അതുപോലെ തന്നെ ടോളിമോറും കൂടി നടത്തുന്നത്.
സോ നമുക്ക് കാണുവാൻ സാധിക്കും അതുവരെ ഉണ്ടായിരുന്ന യൂഷ്വൽ ഷേക്സ്പിയൻ ഇന്റർപ്രിട്ടേഷൻസിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ ഷേക്സ്പിയറിനെ പ്ലേസ് ചെയ്തുകൊണ്ട് ഉള്ള തരത്തിലുള്ള ഒരു ഇൻ്റർപ്രിറ്റേഷനാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ പിന്നീട് സ്റ്റീഫൻ ഗ്രിംബോൾട്ടിൻ്റെ മറ്റ് കോൺട്രിബ്യൂഷൻസ് കൂടെ വന്നിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ സെക്കൻഡ് എഡീഷനിൽ വീണ്ടും ഈ രണ്ട് ക്രിറ്റിക്സും വീണ്ടും രണ്ട് അഡീഷണൽ എസ്സേസ് കൂടി ഓരോ അഡീഷണൽ എസ്സേസ് വീതം രണ്ടാളും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ അവരുടെ പ്രൈം പർപ്പസ് ഇതായിരുന്നു. ഇതുവഴി കൾച്ചറൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റും ആ പ്രാക്ടീസും ആളുകളിലേക്ക് കൂടുതലായിട്ട് എത്തുവാൻ തുടങ്ങി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ഫിലോസഫറാണ്, ഹിസ്റ്റോറിയനാണ്, പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റും റൈറ്ററും ലിറ്റററി ക്രിറ്റിക്കും കൂടിയാണ് മിഷേൽ ഫുക്കോ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ തിയറീസ് പ്രൈമറിലി അഡ്രസ്സ് ചെയ്യുന്നത് പവറും നോളജും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എങ്ങനെയാണ് അവ ഒരു സോഷ്യൽ ഫോം ഓഫ് കൺട്രോൾ ആയിട്ട് സൊസൈറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ യൂസ് ചെയ്യുന്നത് പോലെയുള്ള കോൺസെപ്റ്റുകളാണ് അല്ലേ. ഇദ്ദേഹം ഈ പവർ അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്ന വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് പവർ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതെങ്ങനെയാണ് ഒരു ഫോം ഓഫ് നോളജ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്, എന്താണ് ട്രൂത്തിനെ കുറിച്ചുള്ള എന്താണ് ഒരു പ്രോപ്പറായിട്ടുള്ള സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ തന്നെ ട്രൂത്ത് എന്ന് പറയുന്നത് എന്താണ്, അതിനെ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ ഇദ്ദേഹം പറയുന്നത് ട്രൂത്ത് ഈസ് ആക്ച്വലി എ തിങ് ഓഫ് ദിസ് വേൾഡ് ആൻഡ് ഇറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഓൺലി ബൈ വിർച്യൂ ഓഫ് മൾട്ടിപ്പിൾ ഫോംസ് ഓഫ് കോൺസ്ട്രെയിൻറ്റ് ആൻഡ് ഇറ്റ് ഇൻഡ്യൂസസ് റെഗുലർ ഇഫക്ട്സ് ഓഫ് പവർ. തീർച്ചയായും അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ബൈ വിർച്യൂ ഓഫ് മൾട്ടിപ്പിൾ ഫോംസ് ഓഫ് കോൺസ്ട്രെയിൻറ്റ്. പലതരത്തിലുള്ള ഫോംസ് ഓഫ് കോൺസ്ട്രെയിൻറ്റിൻ്റെ പരിണിത ഫലം മാത്രമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, വിർച്യൂ നടക്കുന്നത്. അതുമൂലമായിട്ടാണ് നമുക്ക് ട്രൂത്ത് ലഭിക്കുന്നത്. ഇതാണ് ഇവൻച്വലി പവറിൽ റെഗുലർ ആയിട്ടുള്ള എഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വ്യക്തമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പോസ്റ്റ് മോഡേണിസ്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇദ്ദേഹം പവർ അതുപോലെ തന്നെ ഡിസ്കോഴ്സ് പോലെയുള്ള കോൺസെപ്റ്റുകളിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള എക്സാമിനേഷൻസ് നടത്തുകയാണ്. എന്താണ് പവർ, എന്താണ് നോളജ്, എന്താണ് ഡിസ്കോഴ്സ്. ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ തിയറീസ് എന്ന് പറയുന്നത് തീർത്തും സൊസൈറ്റൽ ബിലീഫ്സിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിക്കൊണ്ടും സമൂഹത്തിൽ ഇപ്പോൾ കാണുന്ന ആ ഒരു പാറ്റേണിനെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടുമാണ്. ഇദ്ദേഹം എന്താണ് പറയുന്നത്? പവർ ഈസ് നോ ലോങ്ങർ ദ കൺവെൻഷണൽ പവർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ലീഡേഴ്സ് ബട്ട് ഇൻസ്റ്റെഡ് ദ കാപ്പിലറി മോഡ്സ് ഓഫ് പവർ ദാറ്റ് കൺട്രോൾസ് ഇൻഡിവിജ്വൽസ് ആൻഡ് ദെയർ ലാംഗ്വേജ്. നമ്മൾ ആദ്യമേ വിശ്വസിച്ച് പോന്നിരുന്ന ഒരു പെർട്ടിക്കുലർ സൊസൈറ്റി, ഒരു പെർട്ടിക്കുലർ അതോറിറ്റി, ഒരു ഭാഗം ആളുകളെ കൺട്രോൾ ചെയ്യുന്നിടത്തല്ല പവർ വരുന്നത്. അല്ലെങ്കിൽ അതല്ല പവർ എന്ന് പറയുന്നത്, അതല്ല യഥാർത്ഥത്തിൽ പവറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പവർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ഇൻസ്റ്റെഡ് ദ കാപ്പിലറി മോഡ്സ് ഓഫ് പവർ. അതിൻ്റെ ഒരു ഗതി ഇങ്ങനെയാണ്, അതിൻ്റെ ഒരു മെത്തഡ്, യാത്ര എങ്ങനെയാണ്, അത് കാപ്പിലറി മോഡ്സ് ഓഫ് പവർ ആണ്. എന്താണ്? ചെറിയ ചെറിയ ബ്രാഞ്ച് ഷൂട്ടുകളായിട്ട്, ഓഫ് ഷൂട്ടുകളായിട്ട് ഒരു നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറി നിങ്ങൾക്കറിയായിരിക്കും. നമ്മുടെ ബോഡിയിൽ നമ്മുടെ വെയിൻസൊക്കെ ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ അത് ഒന്നാകെ ഒരു ബ്രോഡ് നെറ്റ്വർക്കായിട്ട് ഒരു വലിയൊരു വേര്, ഒരു വലിയൊരു മരത്തിൻ്റെ വേര് പല ഭാഗങ്ങളിലേക്കായിട്ട് എങ്ങനെ പടർന്നു പോകുമോ അതുപോലെയാണ് പവറിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇൻഡിവിജ്വൽസിനെയും അവരുടെ നോളജിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു മെക്കാനിസത്തിലൂടെ പവർ ആക്ച്വലി റീച്ചസ് ടു ദ വെരി ഗ്രെയിൻ ഓഫ് ഇൻഡിവിജ്വൽസ്. അവിടെ ഓരോ സത്യത്തിലേക്കും എത്തുകയാണ്. അവരുടെ ബോഡീസിനെ ടച്ച് ചെയ്യുന്നു, അവരുടെ ആക്ഷൻസിനെയും ആറ്റിറ്റ്യൂഡ്സിനെയും ഡിസ്കോഴ്സസിനെയും ലേണിംഗ് പ്രോസസ്സിനെയും അവരുടെ എവറിഡേ ലൈഫിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തക്കവണ്ണം പവറുള്ള ഒന്നാണ് പവർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പ്രത്യേകത എന്താണ്? ഈ ഒരു ഡിസ്കോഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പവർ എന്ന് പറയുന്നത് ബെസ്റ്റായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതേസമയം ഡെഫിനറ്റ്ലി ഹാർഡസ്റ്റ് ടു ഐഡൻറ്റിഫൈ എന്നാണ് കാണാൻ സാധിക്കുന്നത്. നോളജ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റഡ് ആണ്, ഓർഗനൈസ്ഡ് ആണ്, ഷെയർഡ് ആണ്. അതുപോലെ തന്നെ പല പെർട്ടിക്കുലർ ഫോംസ് ഓഫ് സ്പീച്ചും റൈറ്റിങ്ങും ലാംഗ്വേജും ഒക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്കോഴ്സ് യൂസ് ചെയ്ത് കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആക്ച്വലി ദ കോണ്ടെക്സ്റ്റ് ഓഫ് സ്പീച്ച്, റെപ്രസെൻറ്റേഷൻ, നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അതിനെങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? വാട്ട് ക്യാൻ ബി സെഡ്, സ്റ്റഡീഡ് ആൻഡ് ദ പ്രോസസ് ഓഫ് ഡൂയിങ് സോ എന്നുള്ളതാണ്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഇറ്റ്സ് എ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് മീനിങ് ഇറ്റ് സെൽഫ് ഈസ് പ്രൊഡ്യൂസ്ഡ്. എങ്ങനെയാണ് നമ്മൾ മീനിങ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അത്തരത്തിലുള്ളൊരു കോണ്ടെക്സ്റ്റിലുള്ള ഒരു കാര്യത്തെ നമുക്ക് ഡിസ്കോഴ്സ് എന്ന് പറയാം. ഒരു ചെറിയൊരു അനാലജി നമ്മൾ കൺസിഡർ ചെയ്യാം. നമുക്കറിയാം കോർട്ട് ഓഫ് ലോയിൽ ഇമോഷൻസും ഇമോഷണൽ റെസ്പോൺസസും ഒരിക്കലും ആൻസേഴ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കോർട്ട് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേക ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് നമുക്കൊരിക്കലും ടിയേഴ്സ് വെച്ചിട്ട് ഉത്തരം പറയാനോ അല്ലെങ്കിൽ ഒരു ചിരി വെച്ചിട്ടോ ഒരു പൊട്ടിച്ചിരി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം കാണിച്ചിട്ടോ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. കോർട്ടിലെ ഡിസ്കോഴ്സ് അല്ലെങ്കിൽ ദ ഡിസ്കോഴ്സ് ഓഫ് ദ ലോ
ഇൻ ദ കോർട്ട് എന്താണ് അവരെന്താണ് എവിഡൻസ് ആയിട്ട് കാണുന്നത് അതാണ് അവിടുത്തെ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. അതാണ് അവിടെ മീനിങ് നൽകുന്നത്. അതായത് ലോജിക് ആൻഡ് റാഷണൽ ആർഗ്യുമെന്റേഷൻ റാദർ ദാൻ ആംഗ്രി ഔട്ട്വേഴ്സ് ഓർ ഹിസ്റ്റീരിയ അല്ലേ. നമ്മൾ നൽകുന്ന ലോജിക്കൽ ആയിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള ആർഗ്യുമെന്റേഷൻ ആണ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിസ്കോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഡിസ്കോഴ്സ് ഓഫ് സയൻസ് ആണെങ്കിൽ നമുക്ക് എംപിരിക്കൽ ആയിട്ടുള്ള ഡെമോൺസ്ട്രബിൾ ആയിട്ടുള്ള പ്രൂഫ് നൽകണം. HNO3 എങ്ങനെയാണ് കിട്ടിയതെന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡീറ്റെയിൽ നമ്മൾ നൽകാൻ വിത്ത് എവിഡൻസ് നമുക്ക് സാധിച്ചിരിക്കണം. സോ ഫുക്കോയുടെ മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഡിസ്കോഴ്സസ് എങ്ങനെയാണ് പീപ്പിൾസിൻ്റെ ലൈഫ്സിനെ കണ്ടീഷൻ ചെയ്യുന്നത്, അവരുടെ തിങ്കിങ്ങിനെ എങ്ങനെയാണ് ഇൻഫോം ചെയ്യുന്നത് അല്ലേ. കൂടാതെ പവറിന്മേൽ ഫോക്കസ് ചെയ്യുന്നതിലൂടെ വിച്ച് ഇസ് ആക്ച്വലി സെൻട്രൽ ടു ഹ്യൂമൻ കണ്ടീഷൻ, he was able to argue that human relations, science, institute all are caught up in a struggle for power. അതുകൂടാതെ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ആക്ച്വലി ഗ്രൗണ്ട് ഓൺ വിച്ച് സ്ട്രഗിൾ ഈസ് ക്യാരിഡ് ഔട്ട്. സോ ദ പേഴ്സൺ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് കൺട്രോൾസ് ഡിസ്കോഴ്സ് ഓൾസോ കൺട്രോൾസ് ദ സബ്ജക്ട് ഇൻ ദോസ് ഡിസ്കോഴ്സസ് അല്ലേ. ആരാണ് ആ ഡിസ്കോഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്, അവർ തന്നെയാണ് ഈ ഡിസ്കോഴ്സസിലുള്ള സബ്ജക്റ്റിനെയും കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. എലാബറേറ്റഡ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക. ചെറിയൊരു ഭാഗമാണ്, എന്നാൽ അതേസമയം ഒരിക്കലും ലീവ് ചെയ്യാൻ പാടില്ലാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും കൂടിയാണ്. സോ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് വ്യക്തത വരുത്തുക, PYQസിനെ അടിസ്ഥാനപ്പെടുത്തി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.